കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസത്തിന്റെ 4-ാമത്തെ രാത്രിയിൽ കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും അവിടെയുള്ള ദൈവജനത്തോടും ഒരുമിച്ച് എനിക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാനും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാനും കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഷാജു പാസ്റ്റർ കുടുംബം, ഇന്ന് ഗാന ശുശ്രൂഷ നിർവഹിച്ച സഹോദരൻ ജെറിൻ, സിസ്റ്റർ ആൽഫ, എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്തരുടെ പരിശുദ്ധ നാമം മഹിമപ്പെടുവதாக. ഇന്ന് രാത്രി വേളയിലും കൂടെ ജർമ്മനിയിലെ ഇരുന്ന് കർത്തരെ ആരാധിക്കുന്ന ദേവപിള്ളകളുടൻ, കർത്തുடைய ദാസർ குடும்பத்துடன் தேவனை மகிமைப்படுத்தும்படியாக கர்த்தர் அனுமதித்த நல்ல வாய்ப்புக்காக நன்றியுடன் கர்த்தருக்கு ஸ்தோத்திரம் செலுத்துகிறேன். அனைவருக்கும் விசேஷமாக பாடல் ஆராதனை நடத்தின அருமை குடும்பத்துக்கும் மற்ற அனைவருக்கும் ஆண்டவராகிய இயேசு கிறிஸ்துவின் இனிய நாமத்தினாலே என்னுடைய அன்பின் வாழ்த்துக்களை நான் தெரிவித்துக் கொள்கிறேன். கர்த்தர் അനേവരെയും ആശീർവദിപ്പதாக. പ്രൈസ് ദി ലോർഡ്. ആദ്യമായിട്ടാണ് നിങ്ങളോട് കൂടെ ഇങ്ങനെ വചനം സംസാരിക്കുവാൻ എനിക്ക് ഒരവസരം ലഭിക്കുന്നത്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ബഥേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന ആ വലിയ ഒരു പ്രവർത്തനം ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ വളരെ ബന്ധപ്പെട്ട് ചെയ്തെടുക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് ആരെയും മുഖപരിചയമില്ല എങ്കിലും സിസ്റ്റർ ജിൻസി ആൻഡ് ജെയ്സൺ അവരെ കുടുംബം ജർമ്മനിയിൽ ഉണ്ട് എന്നറിഞ്ഞതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കോയമ്പത്തൂരിലെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ അവിടെ 6 വർഷങ്ങൾ UG-യും PG-യും പഠിക്കുവാൻ പ്രിയ മകളെ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ അവർ കുടുംബമായിട്ട് ജർമ്മനിയിലായിരിക്കുന്നു. അത് ഏത് ഭാഗമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയില്ല, എങ്കിലും ഇന്ന് അവർ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി മലയാളത്തിലും തമിഴിലും കൂടെ ചേർന്ന് ശുശ്രൂഷിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി വേളയിലും കൂടെ കർത്തരുടെ പെരുതാന കൃപ നമ്മുടെ മേൽ പകർന്ന് കർത്തർ നമ്മെ ஆசீர்வதிக்கும்படியாக மிகுந்த ஜெபத்துடன் ஆண்டவருடைய சமூகத்தில் நாம் அமர்ந்து கொள்ளுவோமா? நிச்சயமாக கர்த்தர் நம்மை ஆசீர்வதிப்பதாக. எனக்காகவும் ஜெபம் பண்ணுங்கள். கர்த்தர் எனக்கு வசனத்தை கொடுக்கும்படியாகவும் கர்த்தருடைய அபிஷேகத்தோட தேவ செய்தியை நான் பகிர்ந்து கொள்ளத்தக்கதாக கர்த்தர் உதவி செய்வதற்காக தேவ பிள்ளைகள் அனைவரும் கர்த்தருடைய சமூகத்துல எனக்காகவும் ஜெபம் பண்ணுவோம். கர்த்தர் ஆசீர்வதிப்பதாக. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി ഈ 4-ാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ വലിയ ഒരു സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ മിടുക്ക് കൊണ്ടോ, നമ്മുടെ ബലം കൊണ്ടോ, നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ ബുദ്ധി കൊണ്ടോ, ജ്ഞാനം കൊണ്ടോ, പഠിച്ചു വെച്ചത് കൊണ്ടോ, കുറിച്ചു വെച്ചത് കൊണ്ടോ ഒന്നും ചെയ്തെടുക്കുവാൻ നമുക്ക് സാധ്യമല്ല. മനുഷ്യ செயல்களெல்லாம் தோல்வி அடைகிற வேளையில் கர்த்தருடைய கிருபையினால்தான் நமக்கு ஜெயிக்க முடியும். தேவ பிள்ளைகளே, அதை உணர்கிற தேவ பிள்ளைகள் சற்று நேரம் உதடுகளை அசைத்து குரல் உயர்த்தி சற்று நேரம் தேவனுக்கு மகிமை செலுத்துவோமா? தேவ வல்லமை இறங்கும்படியாக, தேவ അഭിഷേകത്താൽ കർത്തർ നമ്മെ നിറപ്പുമ്പടിயாக ആ ദൈവത്തിന്റെ വലിയ കൃപ ഇന്ന് രാത്രി നമ്മുടെ മേൽ ചൊരിയപ്പെടുവാൻ നാം ആരായിരുന്നാലും എവിടെ ഇരുന്നാലും ഹല്ലേലൂയ പ്രാർത്ഥനയോടെ നാം ആയിരിക്കുമ്പോൾ ആ ദൈവ കൃപ നമുക്ക് വേണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ. ഈ ഉലകത്തിൽ നമുക്ക് வாழ்ந்து கொள்ளத்தக்கதாக தேவ வல்லமையை பெற்றுக்கொள்வதற்காக சற்று நேரம் ஒப்பு கொடுத்து ஜெபம் பண்ணுவோமா? വന്നതുപോലെ അല്ല, ഇതില് ഹല്ലേലൂയ കടന്നു വന്നതുപോലെ അല്ല. ഒരു വലിയ അനുഗ്രഹം ഇന്ന് രാത്രി ദൈവം നമുക്ക് തരുവാൻ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ.
പനി പോലെ പെയ്യും പരിശുദ്ധാരേ, മഴയാക പൊഴിയും ആവിയേ. പനി പോലെ പെയ്യും പരിശുദ്ധാരേ, മഴയാക പൊഴിയും ആവിയേ. ആവിയേ, ആവിയേ, മഴയാക പൊഴിയും ആവിയേ. ആവിയേ, ആവിയേ, മഴയാക പൊഴിയും ആവിയേ. ஆண்டவரே, நல்ல ராத்திரி வேலைக்காக நன்றி செலுத்துகிறேன் ஐயா. இந்த ராத்திரி வேளையிலும் கூட கர்த்தாவே, உமது பிள்ளைகளாகி அடியார்கள் உமது பாதபடிக்கு கடந்து வந்து முகத்தை நோக்கி பார்க்கிறேன் கர்த்தாவே. எங்களோடு மனமிறங்கும் நாதா. ஹல்லேலூயா. இந்த ராத்திரி வேளையில் எங்களோடு பேசுவதாக கர்த்தாவே. ஹல்லேலூயா. உமது சத்தத்தை துணிக்க பண்ணும் கர்த்தாவே. உமது வல்லமையினால் எங்களை நிரப்பும் கர்த்தாவே. வசனத்தின் வாசல்களை திறக்கும் கர்த்தாவே. வசனத்தின் வல்லமை வெளிப்படும்படியாக கர்த்தர் உதவி செய்வாராக கர்த்தாவே. தடைகள் யாவும் நீக்கும் தகப்பனே. ஹல்லேலூயா. எல்லை அந்தகார கட்டுகள் உடையட்டும் கர்த்தாவே. அல்லது வியாதிகள் குணமாகட்டும் கர்த்தாவே. பலவீனங்கள் மாறட்டும் கர்த்தாவே. ஸ்தோத்திரம். ராத்திரி அபிஷேக வல்லமை ஊற்றப்படும்படியாக ஜெபிக்கிறேன் கர்த்தாவே. ஹல்லேலூயா. ஸ்தோத்திரம். துதி கன மகிமை எல்லாம் உமக்கு ஏறெடுக்கிறேன். யாரையும் பலப்படுத்தும். ஜெபத்தை கேட்டபடிக்காய் ஸ்தோத்திரம். அன்பரும் மீட்பருமான இயேசுவின் இன்ப நாமத்தில் ஜெபிக்கிறேன் ஜீவனுள்ள நல்ல பிதாவே. ஆமேன். ஸ்தோத்திரம், ஸ்தோத்திரம். கர்த்தர் அனைவரையும் ஆசீர்வதிப்பதாக. இந்த ராத்திரி നമ്മുടെ தியானத்துக்கு ஆதாரமாக, നമ്മുടെ சிந்தனைக்கு ஆதாரமாக பிலிப்பிய நிருபம் 2வது அதிகாரம் 5வது வசனத்திலிருந்து வாசிக்க விரும்புகிறேன். ஸ்தோத்திரம். വായിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. സ്തോത്രം. ആമേൻ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. മതി മതി. സ്റ്റോപ്പ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ഒരു വ്യത്യസ്തമായ ഒരു ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. സ്തോത്രം. கிறிஸ்துவேசுவில் இருந்த சிந்தையே உங்களிலும் இருக்க கடவது. அவர் தேவனுடைய ரூபமாயிருந்தும் தேவனுக்கு சமமாயிருப்பதே கொள்ளையாடின பொருளாக எண்ணாமல் தம்மை தாமே வெறுமையாக்கி அடிமையின் ரூபம் எடுத்த மனுஷர் சாயலானார். அவர் மனுஷ ரூபமாய் காணப்பட்டு மரணபரியந்தம், அதாவது சிலுவையின் மரணபரியந்தமும் கீழ்ப்படிந்தவராகி തമ്മെ താമേ താഴ്ത്തിനാർ. സ്തോത്രം. ഇവിടെ നോക്കുക, നമ്മൾ ഇവിടെ വായിച്ചത് അവർ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം അനുസരണം കൊണ്ടുള്ള അനുഗ്രഹം, கீழ்ப்படுதலின் ஆசீர்வாதம். கீழ்ப்படுகிறதுனால என்ன ஆசீர்வாதம் இருக்கிறதுன்னு நான் சொல்ல போகிறேன். நல்ல கவனமாயிருங்க, நல்ல ஜெபத்துடன் இருந்துடுங்க. இங்க இயேசு கிறிஸ்துவை பற்றி சொல்றாங்க. இயேசு கிறிஸ்துவை பற்றி சொல்றாங்க. இயேசு கிறிஸ்து அவர் தேவனுடைய ரூபமாயிருந்தும் தேவனுக்கு சமமாயிருப்பதே கொள்ளையாடின பொருளாக எண்ணாமல்
തമ്മെ താമെ വെറുമയാക്കി അടിമയിൽ രൂപമെടുത്ത് മനുഷ്യർ സായലാനാർ. സ്തോത്രം. അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു അനുസരണത്തിന്റെ വിഷയം അവിടെ ഉദ്ധരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്, വേറെ ആരെയും കുറിച്ചല്ല. നമ്മളൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരോട് പറയും നീ അനുസരിക്കണം, നീ കീഴ്പ്പെടണം എന്നെല്ലാം പറയും. സ്തോത്രം. നമ്മൾ മറ്റവർക്ക് ചൊല്ലിക്കൊടുപ്പാങ്ക ഇങ്ങനെയുള്ള കീഴ്പ്പെട്ടുതാ ഇരിക്കണം, നല്ല കീഴ്പ്പെട്ട് വാഴണം, അല്ലെങ്കിൽ എല്ലാവർക്കും കീഴ്പ്പെടണം ചൊല്ലുവാങ്ക. നാം കീഴ്പ്പെട മാട്ടാങ്ക. സ്തോത്രം. നമ്മൾ അനുസരിക്കത്തില്ല, നമ്മൾ മറ്റുള്ളവരെ എല്ലാം അനുസരിപ്പിക്കുന്നവരാ. പക്ഷേ നമ്മുടെ നായകർ, നമ്മുടെ കർത്തർ, നമ്മുടെ ദൈവം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവാനവൻ, അവർ തമ്മെ താമേ താഴ്ത്തി, തന്നെത്താൻ താഴ്ത്തി. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന അവർ ദേവനുடைய രൂപമായിരുന്നു. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, അവിടെയാണ് വിഷയം. നമ്മളൊരു സുപ്പീരിയർ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ, നമ്മൾ ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുമ്പോൾ അനുസരിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു പെരിയ പദവിയിൽ ഇരിക്കുമ്പൊഴുത് കീഴ്പ്പെട മുടിയാതെ എല്ലായിടത്തും ചൊല്ലും അങ്ങനെ കീഴ്പ്പെട வேண்டும், അനുസരിக்க வேண்டும், நீ அப்படி செய்ய வேண்டும், இப்படி செய்ய வேண்டும் என்று சொல்லிக் கொடுக்கலாம். ஆனா நமக்கு கீழ்ப்பட முடியாது. பட் இயேசு கிறிஸ்துவை பற்றி சொல்லுகிறது என்னவென்றால், அவன் தேவனுக்கு சமமாயிருப்பதே, അവൻ ദേവനുക്ക് സമമായിരുന്നും എന്ന് പറഞ്ഞാൽ ദൈവതുല്യനായിരിക്കുമ്പോൾ ദേവ സായലായിരിപ്പത്, ദേവരൂപമായിരിപ്പത്, സ്തോത്രം, കൊള്ളയാടിന പൊരുളാക എണ്ണാമൽ തമ്മെ താമേ താഴ്ത്തി, തന്നെത്താൻ താഴ്ത്തി. സ്തോത്രം. ഇവിടെ അനുസരണം എന്നുള്ളത് നമുക്കുണ്ടാകണമെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് വരേണ്ടത് നമ്മുടെ ഈ വാഴ്വിൽ വരവേണ്ടിയ കാര്യം എന്ന് വന്നാൽ നമ്മെ താമെ താഴ്ത്തുകിற ഒരു അനുഭവം നമുക്കിരിക്ക வேண்டும். ഫസ്റ്റ് നമ്മെ താമെ ഒപ്പുകൊടുക്ക வேண்டும், നമ്മെ താമെ താഴ്ത്ത வேண்டும். യേശു ക്രിസ്തുവെ പറ്റി சொல்லுகிறது അവൻ തമ്മെ താമെ വെറുമയാക്കി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവൻ ഇരിക്കുന്നത് ആ പൊസിഷൻസ് എല്ലാം അവൻ ശൂന്യമാക്കി, ആ പവർ എല്ലാം ശൂന്യമാക്കി, ആ സ്ഥാനം പദവി ശൂന്യമാക്കിയിട്ട് ഹല്ലേലൂയ ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. സ്തോത്രം. അപ്പൊ അനുസരിക്കുന്നതിന് കീഴ്പ്പെടുகிறதுக்கு തടയായിരിക്കുന്ന പദവികളെ, ഹല്ലേലൂയ പൊസിഷനുകളെ നാം என்ன செய்ய வேண்டும், வெறுமையாக்கினாத்தான் നമുക്ക് கீழ்ப்பட முடியும். പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ക്രിസ്തുവെ പറ്റി அங்கே எழுதியிருக்கிறது. ஸ்தோத்திரம். ஹல்லேலூயா. സ്തോത്രം. അവർ മനുഷ്യരൂപമായി കാണപ്പെട്ടും മരണപര്യന്തം, അതായത് സിലുവയിൻ മരണപര്യന്തവും കീഴ്പ്പെടുന്നവരാകി തമ്മെ താമേ താഴ്ത്തിനാർ. അവൻ മരണപര്യന്തം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ, അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവൾ എന്താ ക്രൂശ്? സിലുവ എന്ന് ചൊന്നാൽ നാം ചൊല്ലുവാങ്ക പിശാസുடைய തലയെ നസിക്കിനാങ്ക, വാഴ്ചകൾ அதிகாரங்களை எல்லாம் கீழ்ப்படுத்தினாங்கன்னு சொல்லுவாங்க. ஆனால் யதார்த்தமாக சிலுவையில் நடந்த காரியம் என்ன? சிலுவையில் நடந்தது மரண பரியந்தம், அதாவது சிலுவை மரண பரியந்தവും കീഴ്പ്പെടുതൽ ഉള്ളവനാകി അനുസരണമുള്ളവനായി മാറി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അനുസരണമില്ലെങ്കിൽ, കീഴ്പ്പെടുകിற സ്വഭാവം ഇരാവിട്ടാൽ അനുഗ്രഹം നഷ്ടമാകും, ആശീർവാദത്തെ ഇളന്നു പോയിടുവാങ്ക. ஆசீர்வாதம் இழந்து போகாமல் 4வது ராத்திரியிலும் கூட கர்த்தருடைய ஆசீர்வாதத்தை அதிகமாய் பெற்றுக்கொள்வதற்கு நாம் என்ன செய்ய வேண்டும் என்று வேதம் ஆமென் திரு திட்டமாக அல்லேலூயா நம்மிடத்தில் சொல்லுகிறதை நாம் கவனமாக எடுத்துக்கொள்ள வேண்டும். ഇന്ന് രാത്രി 4ാമത്തെ രാത്രി ഒരു അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറുവാൻ എന്ത് ചെയ്യണം? ഉപവസിച്ചാലും ഉപവസിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചാലും
പ്രാർത്ഥിച്ചില്ലെങ്കിലും അനുസരണമുള്ള ഒരു വ്യക്തിയായി മാറിയാൽ അതിന്റെ പിന്നിൽ വലിയ അനുഗ്രഹമുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഈ വചനം നിങ്ങളോട് അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സ്തോത്രം. സമയം നമ്മുടെ മുൻപിൽ നിൽക്കുകയല്ലോ, ഓടിപ്പോകുക. ഞാൻ പെട്ടെന്ന് ചില ചിന്തകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 22-ാമത് വാക്യം. 1 സാമുവേൽ 15-ാമത് അധികാരം 22-ാമത് വചനത്തെ നാം പാർക്കുമ്പൊഴുത് 1 സാമുവേൽ chapter 15 verse 22. സ്തോത്രം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ആമേൻ. அதற்கு சாமுவேல் கர்த்தருடைய சத்தத்துக்கு கீழ்ப்படுகிறதை பார்க்கலும் சர்வாங்க தகனங்களும் பலிகளும் கர்த்தருக்கு பிரியமாயிருக்குமோ? ബലിയെ പാർക്കലും കീഴ്പ്പെടുതലും ആട്ടുകിടാക്കളിൻ നിനത്തെ പാർക്കലും ചെവി കൊടുത്തലും ഉത്തമം. രണ്ടുകം പണ്ണുതൽ പിള്ളി ശൂന്യ പാവത്തുക്കും മുരട്ടാട്ടം പണ്ണുതൽ അവഭക്തിക്കും വിഗ്രഹാരാധനയ്ക്കും ശരിയായിരിക്കരുത്. സ്തോത്രം. இந்த விஷயத்தை നമുക്ക് നன்கு தெரியும். ഈ വിഷയം നമുക്ക് നന്നായിട്ട് അറിയാം. ഇസ്രയേലിൽ രാജാവില്ലാതിരുന്ന കാലഘട്ടത്തിൽ இஸ்ரவேலுக்கு ராஜாவாக சவுல் என்பவனை கர்த்தர் தெரிந்து கொண்டார். சவுலை தெரிந்து கொண்டு சவுலுக்கு 100 கட்டளைகளை கர்த்தர் கொடுக்கிறாங்க. நீ இவ்விதமாய் செய்ய வேண்டும், இவ்விதமாய் பண்ண வேண்டும், அமாலேக்கு ஜனத்தை நீ தோற்றடிக்க வேண்டும், அவரிடத்தில் யுத்தம் பண்ணி அவரை ஜெயிக்க வேண்டும், அவரை நிர்மூலமாக்க வேண்டும் என்று சொல்லி அநேக காரியங்களை கர்த்தர் சவுலிடத்தில் சொல்லுகிறது നമുക്ക് பார்க்க முடியும். കർത്താവ് ദൈവം ശൗലിനെ തെരഞ്ഞെടുത്തിട്ട് ശൗലിനോട് പറയുകയാണ്, നീ അമാലേക്യരെ നിർമൂലമാക്കണം. പല കാര്യങ്ങൾ ശൗലിനോട് പറഞ്ഞു. പക്ഷേ ശൗൽ എന്ത് ചെയ്തു? ശൗൽ തന്റെ ഹൃദയത്തിൽ തോന്നിയതുപോലെ ചില കാര്യങ്ങൾ ചെയ്തു. അതിൽ സ്ത്രീകളെയും കുട്ടികളെയും ആടുകളെയും മാടുകളെയും കൊഴുത്തതിനെയൊക്കെ ദൈവത്തിന് വേണ്ടി അവൻ പിടിച്ചുകൊണ്ടുവന്നു. സ്തോത്രം. പക്ഷെ ശമൂവേൽ അവിടെ ചെന്നു. ശമൂവേൽ അവിടെ ചെന്നപ്പോൾ ആടുകളുടെ മുക്കറയിടിയിലും ശബ്ദവും കേൾക്കുക. സാമുവേൽ സൗരിടത്തിൽ ചെല്ലുമ്പൊഴുത് பயங்கரமான ஸ்தோத்திரம் ஆடுகளுடைய சத்தம் கேட்கிறாங்க. இது என்னன்னு கேட்கும் பொழுது ஆண்டவருக்காக பலி செலுத்த கொண்டு வந்திருக்கிறாங்க. நான் என்னமே செய்யல, ஜனங்கள் அவையை பார்த்து விரும்பி பிடிச்சு கொண்டு வந்திருக்கிறாங்கன்னு சொல்றாங்க. அல்லேலூயா, ஸ்தோத்திரம். அப்பொழுது சாமுவேல் அவரிடத்தில் சொல்லுகிற ஒரு காரியம் இதுதான் நாம் வாசித்தது. அதற்கு சாமுவேல் கர்த்தருடைய சத்தத்துக்கு கீழ்ப்படுதல்களை பார்க்கிலும் சர்வாங்க தகனங்களும் பலிகளும் கர்த்தருக்கு பிரியமாயிருக்குமோ? ஸ்தோத்திரம். என்னென்ன பலிகளை செலுத்தினாலும், சர்வாங்க தகன பலிகளை கர்த்தருக்கு செலுத்தினாலும் அவருடைய சத்தத்துக்கு கீழ்ப்படியாமல் செய்கிறது கர்த்தருக்கு பிரியமாயிருக்குமா என்று கர்த்தர் கேட்கிறாங்க. ஸ்தோத்திரம். ഇന്ന് രാത്രി ദൈവശബ്ദത്തിന് നീ ചെവി കൊടുക്കാതെ, വചനത്തിന് ചെവി കൊടുക്കാതെ, ആലോചനയ്ക്ക് ചെവി കൊടുക്കാതെ ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നതിൽ ദൈവം പ്രസാദിക്കുമോ? അതാണ് ഇവിടെ ശമൂവേൽ വ്യക്തമായിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ബലിയെ പാർക്കലും കീഴ്പ്പെടുതലും ആട്ടുകിടാക്കളിൽ നിനത്തെ പാർക്കലും ചെവി കൊടുത്തലും ഉത്തമം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ബലികളെ എന്ന് പറഞ്ഞാൽ യാഗത്തെക്കാൾ, ഹല്ലേലൂയ, ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. സ്തോത്രം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ട്. നിറയെ ஆண்டவருக்காக செய்கிறாங்க. ஸ்தோத்திரம். கர்த்தர் எதிலெல்லாம் பிரியப்படுகிறாங்க? കർത്താവ് എത്ര കാര്യങ്ങളിൽ പ്രസാദിക്കുന്നുണ്ട്? കർത്താവ് നമ്മൾ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മളെല്ലാം ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടോ? സ്തോത്രം. നമുക്കിതൊന്നും അറിയത്തില്ല, നമ്മൾ എന്തൊക്കെയോ ചെയ്യുക. ആമേൻ. ഹല്ലേലൂയ. ദാവീദിന് ഒരിക്കലും ഒരു ആഗ്രഹം ഉണ്ടായി. ദാവീദ് ഒരു നാളിൽ അരമനയിൽ ഇരിക്കുമ്പൊഴുത്, ഹല്ലേലൂയ, இவ்விதமாக விரும்பினாங்க, நான் அரண்மனையில இருக்கிறாங்க, இங்கே வசிக்கிறாங்க, எவ்வளோ சொகுசுமா இருக்கிறாங்க, எவ்வளோ ஹல்லேலூயா அழகா இருக்கிறாங்க. ஆனா
கர்த்தருடைய ஸ்தோத்திரம் என்ன அல்லேலூயா பெட்டி உடம்படிக்க பெட்டி கூடாரத்தில் இருக்கிறாங்க. நான் கர்த்தருக்காக ஒரு ஆலயத்தை கட்ட வேண்டும் என்று சொல்லி நாதான் தீர்க்கதரிசனத்தில் சொன்னார். நாதான் தீர்க்கதரிசி சொன்னாங்களோ, உனக்கு எல்லாம் சாதகமாய் இருக்கிறாங்க, அனுகூலமாய் இருக்கிறாங்க, தாராளமா ஒரு ஆலயத்தை கட்டிக்கோங்க சொல்லி வீட்டுக்கு போயிட்டேன். ஸ்தோத்திரம். அன்னைக்கு நைட்டு അന്ന് രാത്രിയില് ദൈവം നാഥാൻ പ്രവാചകനെ നാഥാൻ தீர்க்கதரிசியை கூப்பிட்டு சொல்றேன்னா ஸ்தோத்திரம், நீ போய் அவனிடத்தில் சொல்ல வேண்டும், நீ எனக்காக ആലയത്തെ കെട്ട വേണ്ട, നീ എനിക്ക് വേണ്ടി ഒരു ആലയം ഉണ്ടാക്കണ്ട. കാരണം നിന്റെ കൈകൾ രക്തം ചൊരിഞ്ഞതാ, നിന്റെ ഉൻ കൈകളിൽ രക്തപ്പഴി ഇരിക്கிறாங்க, അതിനാൽ നീ എന്നെ ചെയ്യ വേണ്ട, എനിക്കാக ആലയത്തെ കെട്ട വേണ്ട. സ്തോത്രം. നോക്കുക, ദാവീദിന് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്, അതിനുള്ള എല്ലാ കാര്യങ്ങളും ദാവീദിന്റെ കയ്യിലുണ്ട്. പക്ഷെ ദൈവത്തിന് എന്തില്ല, ദാവീദ് ഒരു ആലയം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമില്ല. സ്തോത്രം. ഇവിടെയാണ് ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ തിരിച്ചറിയേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാൻ അനുസരണം നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ ശബ്ദം, കർത്തருடைய സത്തത്തെ നാം പകുത്തറിയുന്നതുക്കാக ഒരു കീഴ്പ്പെടുതൽ നമുക്ക് தேவையாയിരിக்கிறது. ഒരു കീഴ്പ്പെടുതൽ നമുക്ക് தேவைയായിരിக்கிறது പിള്ളകളെ. ഹല്ലേലൂയ. മറന്നു പോകരുത്. നാം അനുസരിക്കുന്നവരാകണം. അനുസരിക്കണമെങ്കിൽ താഴ്മ വേണം. താഴ്മയുണ്ടെങ്കിൽ മാത്രമേ അനുസരണം ജീവിതത്തിൽ വരികയുള്ളൂ. സ്തോത്രം. നാം താഴ്മയുള്ളവരായി ഇരുന്നാൽ மட்டும்தான் കീഴ്പ്പെട முடியும். സ്തോത്രം. നോക്കുക, എന്നെ കേൾക്കുന്ന ദേവപിള്ളകളെ, ഇന്ന് രാത്രി വേളയില് കർത്തருடைய സത്തത്തെ നാം പകുത്തറിയ വേണ്ടും. എങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം അറിയാം? ദേവശക്തം എപ്പോഴും നമുക്ക് തിരിച്ചറിയ മുടിയും, പകുത്തറിയ മുടിയും. റോമർ 12:1-2 നാം പഠിക്കുമ്പൊഴുത്, ഹല്ലേലൂയ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയത്തക്കതായി നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. റോമർ 12:1-2 നാം പഠിക്കുമ്പൊഴുത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി உங்கள் சரீரங்களை ஜீவனும் பரிசுத்தவும் தேவனுக்கு பிரியவுமான தேவபலியாக ஒப்பு கொடுக்க வேண்டும். இவ்வுலகத்துக்கு ஏற்ற வேஷம் தரியாமல் நன்மையும் பிரியவும் பரிபூர்ணவுமான தேவ சித்தம் இன்றதென்று பகுத்தறியத்தக்கதாக மனம் புதுதாகிறதுனால மறுரூபமாகுங்கள் என்று வேதம் சொல்றாங்க. தேவ சித்தம் எப்படிப்பட்ட தேவ சித்தம்? நன்மையும் பிரியவும் பரிபூர்ணவுமான தேவ சித்தம் இன்னதென்று பகுத்தறியத்தக்கதாக மனம் புதுதாகிறதுனாலே நீங்கள் மறுரூபமாகுங்கள் என்று சொல்றாங்க. அப்போ ஆராதனையில் என்ன நடக்கிறாங்க? சும்மா பாட்டு பாடுறீங்களா? கை தட்டுறீங்களா? அல்லேலூயா சோத்திரம் சொல்றீங்களா? ஆமேன் ஆமேன் சொல்றீங்களா? இல்ல. ஆராதனையில் என்ன நடக்கிறேன்னா, கர்த்தருடைய பரிபூர்ணமான தேவ சித்தம் பகுத்தறிய வேண்டும். அதுதான் ஆராதனை. அப்படி பகுத்தறியும் பொழுது இவ்வுலகத்துக்கு ஒத்த வேஷம் தெரியாமல், ഇപ്രപഞ്ചத்துக்கு ഒത്ത വേഷം ധരിയാമ, ഈ ലോകത്തിന് അനുരൂപമാകാതെ വേർപെടണം. അനുരൂപമാകരുത്. ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. ആ ദൈവഹിതത്തിൽ എന്തൊക്കെയുണ്ട്? ഹല്ലേലൂയ, നന്മയുണ്ട്, പ്രസാദമുണ്ട്, പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. എന്റെ വിഷയത്തിലുള്ളതല്ലെങ്കിലും പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിനകത്തോട്ട് അത് കൊണ്ടുവന്നത് കൊണ്ട് സാന്ദർഭികമായി ഞാനത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാൻ என்னுடைய பிரசங்க விஷயம் கிடையாது, இருந்தாலும் ஆவியானவர் எனக்கு நினைப்பூட்டின வழியால் நான் உங்கள் முன்பில் அது முன்பாக வைத்துக் கொள்கிறேன். ஸ்தோத்திரம். ஏற்றுக்கொள்ளுங்க. எனக்கு ஒரு ഈ ഉപവാസത്തിനുடைய 4வது രാത്രിയില്
மனம் புதுதாக வேண்டும், மறுரூபமாக வேண்டும். சும்மா ஒரு அல்லேலூயா ஒரு உபவாச கூட்டத்துல கலந்து கொண்டு ஏதோ பிரசங்கம், விதவிதமான பிரசங்கம், பல ஊழியர்கள் வந்து பிரசங்கத்தை கொடுக்கிறாங்க, வசனத்தை கொடுக்கிறாங்க, செய்தியை கொடுக்கிறாங்க, தெரிஞ்சவர் வர்றாங்க, தெரியாதவங்க வர்றாங்க. இதெல்லாம் விஷயம் கிடையாது தேவ பிள்ளைகளே. நீ மறுரூபமாகிறீங்களா, நீ மனம் புதுதாகிறீங்களா, அதுதான் விஷயம். Praise the Lord. இந்த பிரபஞ்சத்துக்கு ஒத்த வேஷம் தெரியாம கர்த்தருடைய சித்தத்தை புரிந்து கொள்ளத்தக்கதாக மனம் புதுதாகிறதுனால மறுரூபமாகுங்களா, அதுதான் ஆராதனை. ஸ்தோத்திரம், ஸ்தோத்திரம், அல்லேலூயா, ஸ்தோத்திரம், அல்லேலூயா. எத்தனை பேர் சந்தோஷமா இருக்கிறாங்க, எத்தனை பேர் சந்தோஷமா இருக்கிறாங்க. ஒரு ஆமென் சொல்ல முடியுங்களா, ஒரு அல்லேலூயா சொல்ல முடியுங்களா? உள்ளத்துக்குள்ள இந்த வசனத்தினால எத்தனை பேர் சந்தோஷமா இருக்கிறார். சாமுவேல் சொல்றாங்க, சாவுல் நீ செய்யறதெல்லாம் நல்லதுதான். പക്ഷെ കർത്തർക്ക് പ്രയോജനം പ്രിയമായിരിக்கிறீங்களா? ദൈവത്തിന് പ്രസാദം ഉണ്ടോ? ദൈവത്തിന് ഇഷ്ടമുണ്ടോ? ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. ഫസ്റ്റ് ഒബീഡിയൻസ്. നീ ആദ്യം അനുസരിക്ക്. നീ ആദ്യം ദൈവത്തിന്റെ ശബ്ദത്തിന് ഒന്ന് കാത് കൊടുക്കും. ആരാ പറയുന്നതെന്ന് അറിയാവോ? யார் சொல்றேன்னு தெரியுங்களா? சாமுவேல் தான் சொல்றது. சாமுவேல் எப்படிப்பட்டவன்? சின்ன வயதில் இருந்து ஆலயத்துல ஏலிக்கு பணிவிட செய்து கொண்டிருக்கிற கர்த்தருடைய சமூகத்தில் ஏலிக்கு பணிவிட செய்து கொண்டிருந்த ஒருவன் தான் சாமுவேல். ஒரு நாள் ஆலயத்துல விளக்கு கெட்டு போறதுக்கு முன்னே போய் படுத்து கொண்டு தான் தூங்கும் பொழுது என்ன சத்தம் வந்தாங்க? சாமுவேலே, சாமுவேலேன்னு கர்த்தர் கூப்பிட்டாங்க. ஸ்தோத்திரம், புரிஞ்சுங்களா? கர்த்தருடைய சத்தத்துக்கு காது கொடுக்கிற சாமுவேல் சாவுலு கிட்ட சொல்றாங்க, சான் மகனே, நீ ஃபர்ஸ்ட் என்ன வேண்டும்? கர்த்தருடைய சத்தத்துக்கு காது கொடுத்துடுங்க. தெய்வ வചനത്തിന്, தெய்வ ശബ്ദത്തിന് നീ കാത് കൊടുക്ക്. ഫസ്റ്റ് നീ അവനെ അനുസരിക്ക്. ദൈവത്തെ അനുസരിക്കാൻ നമ്മൾ പറയുമല്ലോ, ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനും ദൈവവുമായിട്ട് നല്ല ബന്ധമാണ്. ഞാനും ദൈവവുമായിട്ട് ബന്ധമുണ്ടെന്ന് എങ്ങനെ അറിയുന്നേ? ഞാൻ എൻ്റെ പാസ്റ്ററെ അനുസരിക്കുന്നതിലൂടെ, ഞാൻ എൻ്റെ അപ്പനെ അമ്മയെ അനുസരിക്കുന്നതിലൂടെയാണ് ഞാൻ എന്താ ദൈവത്തെ അനുസരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ കമ്പനിയിലെ ബോസിനെ അനുസരിക്കുന്നു എന്നുള്ളതിലൂടെയാണ് ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കുന്നു എന്ന് ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ അനുസരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ദൈവത്തിനെ അനുസരിക്കുന്നു എന്ന് ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. അല്ലാതെ എങ്ങനെ? சபையில அனுசரிக்க மாட்டாங்க, ஊழியர்களுக்கு கீழ்ப்பட மாட்டாங்க, டீச்சர்ஸுக்கு கீழ்ப்பட மாட்டாங்க, கம்பெனியில போஸுக்கு கீழ்ப்பட மாட்டாங்க, எந்த சட்டத்துக்கும் எந்த நியமத்துக்கும் கீழ்ப்பட மாட்டாங்க. எழுந்து நின்று சாட்சி சொல்லுவாங்க, பெரிய சாட்சி சொல்லுவாங்க. என்னங்க? ஓ, நான் கர்த்தரிடத்துல நல்ல உறவாயிருக்கிறாங்க, நல்ல பந்தத்தில் இருக்கிறாங்க, நல்ல ஒற்றுமையில் இருக்கிறாங்க, கர்த்தர் என்கிட்ட பேசுறாங்க, கர்த்தர் என்கிட்ட உறவாடுகிறாங்கன்னு சொல்லுவாங்க. அதெல்லாம் போய். ஸ்தோத்திரம். அது சுத்த கள்ளமா. സ്തോത്രം. നീ അനുസരിക്കേണ്ടവരെ അനുസരിക്കാതെ, പറയുന്ന കാര്യം ചെയ്യാതെ ദൈവവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത് വെറും കള്ളം. അതിനൊരു പ്രവാചകൻ തലേ കൈവച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ വിവേചിക്കാനുള്ള കൃപ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആண்டவர் அல்லேலூயா. ഇന്ന് രാത്രി இந்த வசனத்தை ஏற்றுக்கொள்ளுங்க. அல்லேலூயா. ഇതൊരു ആവിதான், കീഴ്പ്പടിയാമീൻ ആവിதான். ഇത് കീഴ്പ്പടിയാമ അല്ലെങ്കിൽ അനുസരണക്കേട് എന്നുള്ളത് ഒരു ആത്മാവാ. ഞാൻ തെളിയിക്കാം. നോക്കുക, ഇവൻ അനുസരണക്കേട് കാണിച്ചില്ലേ? ആര്? ശൗല് അനുസരണക്കേട് കാണിച്ചു. ചില സംഭവം കൂടെ ചേർന്ന് നടന്നു. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം അവന്റെ സ്ഥാനം എടുത്ത്, പദവി എടുത്ത് ആർക്ക് കൊടുത്തു? ദാവീദിന് കൊടുത്തു. ദാവീദുക്ക് കൊടുത്താങ്ക. சவுலனுடைய ராஜஸ்தானத்தை, ராஜ பதவியை எடுத்து தாவீதுக்கு கொடுத்தாங்க. ஸ்தோத்திரம். தாவீதினுடைய மேல் எப்பொழுது கர்த்தருடைய ஆவி வந்தீங்களோ,
அந்த நேரத்துல சவுலில் இருக்கிற பரிசுத்த ஆவி விலகிட்ட. கர்த்தர் அனுப்பின ஒரு அசுத்த ஆவி അവൻ മേൽ വന്നത്. എപ്പോൾ ദാവീദിന്റെ മേൽ ദൈവം അഭിഷേകം പകർന്നോ ആ നേരം തന്നെ ശൗലിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് മാറ്റപ്പെട്ടു. എന്നിട്ട് ദൈവം അയച്ച ഒരു ദുരാത്മാവ് അവന്റെ മേൽ വന്നു. ഈ ദുരാത്മാവ് വരുമ്പോൾ, ഈ അശുദ്ധ ആവി സൗലുക്കുള്ള വരുമ്പൊഴുത് സ്തോത്രം, யாரு வருவாங்க? தீர்க்கதரிசி வர மாட்டாங்க, பாஸ்டர் வர மாட்டாங்க, யாரு வருவாங்க? അഭിഷേകമുള്ള ദാവീദ് വന്ന് കിന്നരത്തെ വാസിക്കും പൊഴുത്, പാട്ട് പാടും പൊഴുത്, ഹല്ലേലൂയ, സൗലിന്മേൽ ഇരിക്കുന്ന അസുത്ത ആവി വിലകി പോവാങ്ക. ആമേൻ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുക, പ്രൈസ് ദി ലോർഡ്. നീ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണം, നീ പാടുന്ന നിന്റെ പാട്ട്, നീ കൈയടിക്കുന്നത് ആത്മാവിലാണെങ്കിൽ, പരിശുദ്ധാത്മാവിലാണെങ്കിൽ, അഭിഷേകത്തോടെയാണെങ്കിൽ, ഹല്ലേലൂയ, അധിക വരത്തെ പെറ്റവൻ ഇരാവിട്ടാലും സ്തോത്രം, ഇന്ന് രാത്രി കൈ തട്ടും പൊഴുത് അസുത്ത ആവികൾ വിലകിപ്പോയിടും. സ്തോത്രം, അന്ധകാര ശക്തികൾ മാറിപ്പോകും. ഇതിനകത്ത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില കെട്ടുകൾ അഴിയുന്ന രാത്രിയാണ്. ഈ രാത്രി ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്ന രാത്രിയാണ്. ചില പിടിവാദങ്ങൾ, പിടിവാശികൾ, സ്തോത്രം, ഹല്ലേലൂയ, അലിഞ്ഞു മാറിപ്പോകുന്ന ഒരു രാത്രിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അശുദ്ധാത്മാവാ. എഫേസ്യർ 2:1 വ്യക്തമായിട്ട് ആ ഒരു വാക്യം നമുക്ക് തെളിയിക്കുവാൻ. എഫേസ്യ നിരൂപം 2-ാം അധികാരം 1-ാவது വചനத்துக்கு നാം കടന്നു വരുമ്പൊഴുത് അങ്ങ് തിരുതിട്ടமாக കൊടുത്തിരിക്കുന്ന കാര്യത്തെ നമുക്ക് പാർക്ക മുടിയും. എഫേസ്യർ 2:1 മുതലുള്ള വാക്യങ്ങൾ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവർ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ആമേൻ. നോക്കുക, ക്ലിയർ ആയിട്ട് അവിടെ കൊടുത്തിട്ടില്ലേ? ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ലേ? അല്ലേ? അക്രമങ്ങളിനാലും പാവങ്ങളിനാലും മരിത്തവர்களாயிருந்த உங்களை உயர்ப்பித்தார். அவைகளில் நீங்கள் முற்காலத்திலே இவ்வுலக வழக்கத்துக்கு ஏற்றபடியாகவும் கீழ்ப்படியாமையின் பிள்ளைகளிடத்தில் இப்பொழுது கிரியை செய்கிற ஆகாயத்து அதிகார பிரபுவாகிய ஆவிக்கேற்றபடியாகவும் நடந்து கொண்டீர்கள். அப்ப அனுசரணம் கெட்டவர்கள் மேல், கீழ்ப்படியாதவர்கள் மேல் என்ன இருக்கிறாங்க? ஒரு ஆவி இருக்கிறாங்க. അനുസരണം കെട്ടവരുടെ മേൽ ഒരു ആത്മാവുണ്ട്. സ്തോത്രം. അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവകളിൽ നിങ്ങൾ മുൻകാലത്തിലെ ഇவ்வுலக വഴക്കത്തുക്കേറ്റപടിയാகவும். നല്ല ഗവനിയെങ്കിൽ ദേവപിള്ളകളെ, നല്ല ശ്രദ്ധിക്കുക, നല്ലപോലെ ശ്രദ്ധിക്കുക. എന്തുവാ നിങ്ങളുടെ മുൻകാലം? നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് അല്ലേ? മലയാളത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഒന്നുകൂടെ വായിക്കാമോ മലയാളത്തില്? 2-ാമത്തെ വാക്യം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും, ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച്, അതങ്ങ് ചൊല്ലരുത്. മുൻകാലത്തിൽ ഇவ்வுலக വഴക്കത്തുക്കേറ്റപടി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനെ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചു. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഈ ഉലകത്തുക്കേറ്റ വഴക്കത്തിൻപടി നിങ്ങൾ வாழ்ந்தாங்க. ഇപ്പോഴോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ஜஸ்ட் அல்லேலூயா யோசித்து பாருங்க. இப்ப எப்படி வாழ்றாங்க? உலகத்துக்கு ஏற்றபடி வாழ்றீங்களா? கிறிஸ்துவுக்கு ஏற்றபடி வாழ்றீங்களா? வசனத்துக்கு ஏற்றபடி வாழ்றீங்களா? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ചില ഹൃദയങ്ങളോട് ഇന്ന് രാത്രി കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. വിവേചിക്കുവാൻ, ശോധന ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഈ 4-ാമത്തെ രാത്രിയില് ദൈവജനത്തോട് വിളിച്ചു പറയുന്ന ഒരു ദൂത് ഇതാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം ആരുടെ ഇഷ്ടത്തിനുള്ള ജീവിതമാണ്? ഇപ്പൊ നിങ്ങൾ வாழ்ந்துകൊണ്ടിരിക്കുന്നത് யாருடைய விருப்பத்துக்கு ஏற்றபடி வாழ்றாங்க? உங்கள் விருப்பத்துக்கு ஏற்றபடி வாழ்றீங்களா?
இவ்வுலக வழக்கத்துக்கு ஏற்றபடி வாழ்றீங்களா? பிசாசுக்கு ஏற்றபடி வாழ்றீங்களா? ஃப்ரெண்ட்ஸுக்கு ஏற்றபடி வாழ்றீங்களா? உங்க கூட இருக்கிறவங்களுக்கு அவங்களுக்கு பிரியமானபடி வாழ்றீங்களா? அல்லேலூயா. கீழ்ப்படியாமையின் பிள்ளைகளாகி மாறாதிரீங்கள், கீழ்ப்படுதல் உள்ளவராகி மாறுங்க. வசனம் என்ன சொல்றாங்க? ஆண்டவராக இயேசு கிறிஸ்து என்ன முன்மாதிரி நாம் காட்டி இருக்கிறாங்க. நல்ல கவனித்து கேளுங்க, நல்ல சோதித்து பாருங்க. அல்லேலூயா. இங்க எழுதி இருக்கிறது, அவைகளில் அவைகளில் நீங்கள் முற்காலத்திலே இவ்வுலக வழக்கத்துக்கு ஏற்றபடியாகவும் கீழ்ப்படியாமையின் பிள்ளைகளிடத்தில் இப்பொழுது கிரியை செய்கிற ஆகாயத்து அதிகார பிரபு ஆகிய ஆவிக்கேற்றபடியாகவும் நடந்து கொண்டீர்கள். இப்பொழுது நடக்கிறது இல்லை. அதுதானே அதுக்கு அர்த்தம். ஜஸ்ட் சோதித்து பாருங்க. நான் எப்படி நடக்கிறேன்? நான் அப்பாவுக்கு கீழ்படுறீங்களா? அம்மாவுக்கு கீழ்படுறீங்களா? என் சபையின் ஊழியக்காருக்கு நான் கீழ்படுறீங்களா? സ്തോത്രം. എന്റെ മുതിയോർക്ക് ഞാൻ കീഴ്പ്പെടുறீங்களா? എന്റെ മുതിർന്നവർക്കൊക്കെ ഞാൻ കീഴ്പ്പെടുന്നുണ്ടോ, അനുസരിക്കുന്നുണ്ടോ? എന്റെ പാസ്റ്റർക്ക് ഞാൻ അനുസരിക്കുന്നുണ്ടോ? എന്റെ അപ്പനും എന്റെ അമ്മയ്ക്കും ഞാൻ അനുസരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധ ആവിയാനവർ അല്ല. அல்லேலூயா. ஒரு அந்தகார வல்லமை அந்த ஆவி இந்த நாள் கடிந்து கட்டி அப்புறப்படுத்தி ஜெயம் எடுக்கத்தக்கதாக பரிசுத்த ஆவியின் வல்லமை கிரியை செய்து கொண்டிருக்கிறாங்க. எத்தனை பேர்கள் பெற்றுக் கொள்றாங்க? அந்நிய பாஷைக்கான ஒரு அபிஷேகம் கிடையாது. ஒரு அந்நிய பாஷை மட்டும் பேசுற ஒரு அபிஷேகத்துக்காக அல்ல. தேவ பிள்ளைகளே, இவ்வுலக வழக்கத்துக்கு ஏற்றபடி வாழாமல் கிறிஸ்துவுக்கு ஏற்றபடியாகவும் கிறிஸ்து நமக்கு காட்டின முன்மாதிரி பிரகாரம் வாழக்கூடிய ஒரு வாழ்வுக்காக ஒரு அபிஷேகத்தை இந்த 4வது ராத்திரியில எனக்கு பகிர்ந்து தர வேண்டும் என்று சொல்லி ஜெபிக்கிற எத்தனை தேவ பிள்ளைகள் இந்த நாளில் இந்த கூட்டத்தில் கலந்து கொள்றாங்க. நன்றியுடன் கர்த்தருக்கு ஸ்தோத்திரம் செலுத்துவோமா? சீக்கிரமாக நான் கடந்து செல்லட்டும். அல்லேலூயா. அதனால நல்ல புரிஞ்சுக்கோங்க, கீழ்ப்படுதல். இயேசு கிறிஸ்து கல்வாரி சிலுவையில் என்ன செய்தாங்களோ கீழ்ப்படுந்தாங்க. மரண பரியந்தம், அதாவது சிலுவை மரண பரியந்தம். സ്തോത്രം. മരണത്തോളം, അതായത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. എന്ന് പറഞ്ഞാൽ ചാകുന്നത് വരെ അനുസരണമുള്ളവരായിരിക്കാൻ ഒരു സമർപ്പണം ഈ 4ാമത്തെ രാത്രിയിൽ ഈ ദൈവസഭയുടെ മേൽ കർത്താവ് പകരുകയാണ്. ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവ ജനത്തിന്റെ മേലും പകരുക. ഈ പ്രസംഗിക്കുന്ന എന്റെ മേലും കൂടെ കർത്താവ് ഇന്ന് രാത്രി പകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുവാൻ എത്ര പേർക്ക് കഴിയും? എബ്രായർ 5-ാം அதிகாரம் 7வது வசனத்தில் நாம் படிக்கும் பொழுது அங்கே மறுபடியும் இயேசு கிறிஸ்துவை பற்றி சொல்ற காரியத்தை நமக்கு பார்க்க முடியும். എബ്രായർ 5:7 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വീണ്ടും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മതി. സ്റ്റോപ്പ്. അങ്ങനെ വാസിക്കുന്നത് ഇടവന്നാൽ അവർ മാംസത്തിൽ ഇരുന്ന നാட்களில் തമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്ക വല്ലமை உள்ளவரை நோக்கி பலத்த சத்தத்தோடும் கண்ணுநீரோடும் விண்ணப்பம் பண்ணி வேண்டுதல் செய்து தமக்கு உண்டான பயபக்தி நிமித்தம் கேட்கப்பட்டு அவர் குமாரனாயிருந்தும் பட்ட பாடுகளினாலே கீழ்ப்படுதலே கற்றுக்கொண்டு தான் பூரணரான பின்பு தமக்கு கீழ்ப்படுகிற யாவரும் நித்திய ரட்சிப்பை அடைவதற்கு காரணராகி. நல்ல கவனித்து പഠിച്ചിടുங்க. அந்த வசனத்தை நல்ல கவனித்து പഠിച്ചിടുங்க. നല്ല ശ്രദ്ധിച്ച് നമ്മൾ വായിച്ചാൽ, ഞാൻ വേഗത്തിൽ അത്
അത് വലിയ വിശദീകരണത്തിലേക്ക് പോകാൻ നേരമില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഉപവാസത്തിന്റെ 4ാമത്തെ രാത്രിയില് ഉപവാസത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഇന്ന് രാത്രി പറയാം, ആമേൻ, സ്തോത്രം, മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. സ്തോത്രം. മരണത്തിൽ നിന്ന്, മരണഭീതിയുള്ള ആരോ ഇന്ന് രാത്രി ഉണ്ട് ഇവിടെ. സ്തോത്രം. മരണഭീതിയുള്ളവർ, ഒരുപക്ഷെ ഒരു രോഗമായിരിക്കും, ഏതോ വ്യാധിയിനാല് മരണഭയം, സ്തോത്രം, நான் மரித்து போயிடுமோ அப்படி ஏதோ ஒரு மரண பீதி பிடித்திருக்கிற யாரோ ஒருவர் இருக்கிறாங்க. ஸ்தோத்திரம். அல்லேலூயா, அல்லேலூயா. இயேசுவின் நாமத்தினால நான் உங்களுக்கு சொல்லுகிறத, மரணத்தில் இருந்து ரட்சிக்க வல்லவராயிருக்கிற ஒரு கர்த்தர் நம்முடைய மத்தியத்தில் இறங்கி வந்திருக்கிறார்கள். ஒருவேளை நீங்கள் வியாதியினால மரணப்பட்டு போகுமோ என்று பயப்படுறாங்க. ஒருவேளை நீங்க போற வழியிலே ஆக்சிடென்ட் ஆயிடுமோன்னு சொல்லி பயப்படுறாங்க. அல்லேலூயா. அதெல்லாம் என்னமோ என்னுடைய ஆயுசு முழுமை ஆகிறதுக்கு முன்னே நான் மரித்து போயிடுமா, என் மக்கள் பிள்ளைகளுடைய திருமணத்தை எனக்கு பார்க்க முடியாதா, அல்லேலூயா, எனக்கு பிள்ளைகளுக்கு நல்ல வேலை கிடைக்கிறது பார்க்க முடியாதா, அல்லது என் பிள்ளைகளுடைய வருங்காலத்தை சரியாக எனக்கு பார்க்க முடியாமல் நான் மரித்து விட்டு போயிடுமோ என்று பயப்படுகிற சில ஆளுகள் இருக்கிறாங்க. இயேசுவின் நாமத்தினால இந்த ராத்திரி வேளையில மரண பீதி மாறி போகட்டும். அல்லேலூயா. என்ன செய்ய வேண்டும்னு ஒரு ரெமடி கொடுத்திருக்கிறாங்க, அங்கே ஒரு மருந்து அங்கே கொடுத்திருக்கிறாங்க. இயேசு கிறிஸ்து என்ன செய்தனோ, மரணத்தில் இருந்து ரட்சிக்க வல்லவராயிருக்கிற இடத்துல என்ன செய்தாங்களோ அங்கே எழுதியிருக்கிறது, பலத்த சத்தத்தோடும் கண்ணீரோடும் விண்ணப்பம் பண்ணி வேண்டுதல் செய்து തമക്കുണ്ടാന ഭയഭക്തി നിമിത്തം കേൾക്കപ്പെട്ടു. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത്, മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുകയാ. സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ വിടുതൽ വേണമോ? അവിടെ പറയുകയാണ്, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം. ഇന്ന് രാത്രി ഇരിക്കുമ്പോൾ ഒരു ദൈവഭയം ഉണ്ടോ? ദൈവ പൈതലേ, ഒരു ദൈവഭക്തി ഉണ്ടോ? ദൈവസന്നിധിയോട് വരുമ്പോ നമ്മളെല്ലാം വീടുകളിലാണല്ലോ ഇരിക്കുന്നത്. വീടുകളില് എല്ലാവരുടെയും ഒന്നും ക്യാമറ ഓണല്ല. സ്തോത്രം. എല്ലാരും ഉണ്ടോ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സ്തോത്രം. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് എഴുതിയിരിക്കുന്നത് പോലെ, സ്തോത്രം, നമ്മൾ വിശ്വസിക്കുക എല്ലാരും ഉണ്ടെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്താ? ഭയഭക്തി. ഭയഭക്തി. വീട്ടിലിരുന്നാലും ബെഡിലിരുന്നാലും ചെയറിലിരുന്നാലും തറയിലിരുന്നാലും ഞാൻ ഇരിക്കുന്നത് ദേവ സമൂഹത്തിൽ ഇരിക്கிறாங்கன்னு சொல்லி அல்லேலூயாயோடும் ஸ்தோத்திரத்தோடும் ஸ்துதியோடும் பக்தியோടെ ஆர்த்தியோടെ ஆவலோടെ இந்த வசனத்தை ஏற்றுக்கொள்ளுகிற தேவ பிள்ளையே, உன்னுடைய பயபக்தி நிமித்தம் அது கேட்கப்பட போகிறாங்க. ഭയമില്ലാതെ ദേവ സന്നിധി എന്ന ഭയമില്ലാതെ ആരെങ്കിലും ഇന്ന് രാത്രി, ഇത് സൂമല്ലേ, അമേൻ, പാസ്റ്റർ ചെന്നൈയിൽ ഇരിക്കുകയല്ലേ, നമ്മൾ ജർമ്മനിയിൽ ഇരിക്കുകയല്ലേ, നമ്മുടെ വീട്ടിലല്ലേ എന്ന് പറഞ്ഞ് ഭയമില്ലാതെ ഭക്തിയില്ലാതെ ചുമ്മാതെ വെറുതെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് ഓഫ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങുന്നതാ നല്ലത്. എവിടൊക്കെയോ ഇരിക്കുന്നവർ, ജർമ്മനിയുടെ ഏതോ കോണിലൊക്കെ ഇരിക്കുന്നവർ,
ഒരുമിച്ചുകൂടി വേല മുടിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞ് ക്ഷീണം വകവയ്ക്കാതെ ചില ദിവസങ്ങൾ ഇരുന്ന് ദൈവദാസനോടും കുടുംബത്തോടും കൂടെ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ, ഉറച്ച ശബ്ദത്തോടും ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടെ നിലവിളിച്ചപ്പോൾ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, പുത്രനെങ്കിലും എന്ന് എഴുതിയിരിക്കുന്നത് എന്താ അറിയാം? പുത്രൻ അല്ലെ എഴുതിയിരിക്കരുത്, ഹല്ലേലൂയ, ആമേൻ. അവർ കുമാരനായിരുന്നും அப்படி ஏன் எழுதியிருக்கிறேன்னு கேட்டா, அவர் குமாரனாயிருக்கிறபடியினால பாடுபட வேண்டிய தேவையே கிடையாது. അവർ പുത്രനായതുകൊണ്ട് കഷ്ടം അനുഭവിക്കേണ്ട കാര്യമേ ഇല്ല. ഒരു വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച, നിർമ്മിച്ച, ഇപ്പോഴും ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ കാര്യങ്ങളെല്ലാം നടക്കാൻ കഴിയുന്ന അധികാരമുള്ള സർവശക്തനായ കർത്താവ് പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ, അവർ കുമാരനായിരുന്നാലും പട്ടപ്പാടുകളിനാലെ കീഴ്പ്പെടുതലെ കറ്റുകൊണ്ട് താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ഉപവാസ പ്രാർത്ഥന 4ാമത്തെ രാത്രിയിൽ നമ്മളോട് എനിക്ക് ദൂത് എന്താ അറിയാം? ഈ അനുസരണം എങ്ങനെ വരും? അനുസരണം പഠിക്കണം. യേശുക്രിസ്തു എന്ത് ചെയ്തു? അനുസരണം പഠിച്ച് തികഞ്ഞവനായിട്ട് തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അവർ കുമാരനായിരുന്നും പട്ടപാടുകളിനാലെ കീഴ്പ്പെടുതലെ കറ്റുകൊണ്ട് தாம் பூரணரான பின்பு தமக்கு கீழ்ப்படுகிற யாவரும் நித்திய ரட்சிப்பை அடைவதற்கு காரணராகி. അനുസരണം ഇല്ലാതൊക്കെ ഇത് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. സ്തോത്രം. അനുസരണം പഠിച്ച് അനുസരണത്തെ കറ്റുകൊണ്ട് പൂർണ്ണരാക്. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് എന്റെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ വിടുതൽ നൽകുവാൻ ശക്തനാണ്. അത് യേശുക്രിസ്തു അല്ലേ? കർത്താവിന് എന്താ കഴിയാത്തത്? അല്ലേ? നമുക്ക് കഴിയുമോ? നോക്കാം, നമുക്ക് കഴിയുമോ എന്ന്. പെട്ടെന്ന് ഞാൻ 5 മിനിറ്റ് കൊണ്ട് നിർത്താം. സ്തോത്രം. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാം. 2 കൊരിന്ത്യർ 10-ാമത് അധികാരം 3-ാമത് വചനത്തിലിരുന്ന്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു. നിങ്ങൾ പുറമേ ഉള്ളത് നോക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഇതാണ്, நாங்கள் மாம்சத்தில் நடக்கிறவர்களாயிருந்தும் மாம்சத்தின்படி போர் செய்கிறவர்கள் அல்ல. எங்களுடைய போராயுதங்கள் மாம்சத்துக்கு ஏற்றவர்களாயிராமல் அரண்களை நிர்மூலமாக்குறதுக்கு தேவபுலன் உள்ளவர்களாயிருக்கிறது. அவைகளால் நாங்கள் தர்க்கங்களையும் தேவனை அறிகிற அறிவுக்கு விரோதமாய் எழும்புகிற எல்லா மேட்டிமையை நிர்மூலமாக்கி எந்த எண்ணத்தையும் கிறிஸ்துவுக்கு கீழ்ப்படிய சிறைப்படுத்துகிறவர்களாய் இருக்கிறோம். அது വിശദീകരിക്കേണ്ട കാര്യമല്ല, വിളക്കം കൊടുക്ക വേണ്ടിയ തേവേ കിടയാതെ. ஏன்னா ഇല്ലാമലേ അത് വാസിക്കുമ്പോഴും നമുക്ക് നല്ല തെരിയും. ഞങ്ങൾ മാംസത്തിൽ നടക്കുന്നവർ, ഞങ്ങൾ ജഡത്തിൽ നടക്കുന്നവരാ. പക്ഷെ ജഡപ്രകാരം ഞങ്ങൾ പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത്. എங்களுடைய പോരായുധങ്ങൾ മാംസത്തെക്കേറ്റവളായിരാமல் அரண்களை நிர்மூலமாக்குவதற்கு தேவ வல்லமையுள்ளவை ஆயிருக்கிறது. அல்லேலூயா. அதுകൊണ്ട് என்ன செய்யறாங்களோ, அதுകൊണ്ട് பக்கத்தவனுக்கிட்டு அல்லேலூயா சண்டை போட்டி கலகம் இதெல்லாம் பண்ண மாட்டாங்க. என்ன, அவர்களால் நாங்கள் தர்க்கங்களையும் தேவனை அறிகிற அறிவுக்கு விரோதமாய் எழும்புகிற எல்லா மேட்டுமையையும் நிர்மூலமாக்குறாங்க. സ്തോത്രം. ആമേൻ. നമ്മുടെ പോരായുധം, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം എന്തിനാ അവിടെ കൊടുത്തിരിക്കുന്നത്? സ്തോത്രം. തർക്കങ്ങളും
വാദങ്ങളും എല്ലാം നിർമൂലമാക്കാൻ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിന്റെ അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുകയാ. സ്തോത്രം. എந்த எண்ணத்தையும் கிறிஸ்துவுக்கு கீழ்ப்படிய சிறைப்படுத்தவர்களாயிருக்கிறோம். உங்கள் கீழ்ப்படுதல் நிறைவேறும் போது எல்லா கீழ்ப்படியாமைக்கும் தக்க നീതിയുള്ള ദണ്ഡനയെ செலுத்த ആയത്തമായിരിக்கிறோം. ദൈവമക്കളെ, ഇന്ന് രാത്രി അനുസരണക്കേട് കൊണ്ടുണ്ടാകുന്ന വിഷയത്തിനകത്ത് കേസ് കൊടുക്കാൻ പോകണ്ട കേട്ടോ. സ്തോത്രം. അതിനെ എന്ത് ചെയ്യാൻ പോകുക? നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മശക്തി കൊണ്ട് തർക്കങ്ങളെ, വാദങ്ങളെ ഇടിച്ചു ഉടച്ച്, സ്തോത്രം, നമ്മുടെ അനുസരണം കൊണ്ട് അനുസരണക്കേടിന് ന്യായവിധി കൽപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാ. നമ്മളങ്ങ് അനുസരിച്ചാൽ മതി, നമ്മളങ്ങ് കീഴ്പ്പെട്ടാൽ മതി. അനുസരണക്കേടിന്റെ എല്ലാ ശക്തികളും മാറിപ്പോകും. സ്തോത്രം. അതുകൊണ്ട് യേശുക്രിസ്തു എന്ത് ചെയ്തു? തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതിന്റെ റിസൾട്ട് എന്താ? അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഇന്ന് രാത്രി ജർമ്മനിയില് കടന്നു ചെന്ന് കർത്താവിനെ സേവിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ചില വിഷയങ്ങളിൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് വേദനപ്പെടുന്ന ഹൃദയങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാം. എന്നാൽ അതിനെ വിളിച്ചു പറയുക ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തു അനുസരണമുള്ളവനായി, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നത് കൊണ്ട് എന്ത് സംഭവിച്ചറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഹല്ലേലൂയ. എല്ലാ നാമത്തിനും മേലായ നാമം അവന് നൽകി. ഹല്ലേലൂയ. ഏനനിൽ ആമേൻ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ആദലാൽ ദേവൻ എല്ലാവற்றுക്കും മേലാக അവരെ ഉയർത്തി യേശുവിൻ നാമത്തിൽ വാനോർ ഭൂതലത്തോർ ഭൂമിயின் കീഴാനുடைய മുഴങ്കാൽ യാവും മുടങ്കം പഠിക്കും. ഹല്ലേലൂയ. അവനെ ഏറ്റവും ഉയർത്തി വെച്ചു എന്ന് വായിക്കുക. ഇന്ന് രാത്രി നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി, നിന്റെ നന്മയ്ക്ക് തടസ്സമായി, നിന്റെ പ്രമോഷന് തടസ്സമായി, ഹല്ലേലൂയ, ആരെങ്കിലും വാദിച്ചു നിൽക്കുന്നെങ്കിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയാം, നീ അനുസരിച്ചോ, കീഴ്പ്പെട്ടോ, അനുസരിക്കേണ്ടവരെ അനുസരിച്ചോ, ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ടോ, ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തോ. ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ ചിലത് ചെയ്യാൻ പോകുകയാ. സ്തോത്രം. എന്താ? അവൻ ഏറ്റവും യേശു ക്രിസ്തുവിനെ ഉയർത്തിയതുപോലെ എല്ലാ നാമത്തിനും മേലായി, ആമേൻ, എല്ലാ വാഴ്ചകൾക്കും മേലായി, അല്ലെങ്കിൽ സ്വർലോകയുടെയും ഭൂലോകയുടെയും അധോലോകയുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങത്തക്ക എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റു പറയത്തക്കതായി യേശുവിനെ ഉയർത്തിയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ അനുസരിക്കുവാൻ തയ്യാറായി എത്ര പേർ ഈ നാലാമത്തെ രാത്രിയിൽ കടന്നു വന്നിട്ടുണ്ട്? നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും അല്പസമയം സ്തോത്രം ചെയ്ത് വചനത്തെ ഒന്ന് ഏറ്റെടുത്താട്ടെ. ഈ നാലാമത്തെ രാത്രി പാഴായി പോകാതെ യേശുവേ, ഈ രാത്രി എന്നെ ആശീർവദിക്ക വേണ്ടും കർത്താവേ. അധികാരമുള്ള യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി ജയമെടുക്കുകയാണ് കർത്താവേ. ചില തടസ്സങ്ങള്, ചില പോരുകള് കർത്താവേ, ചില തർക്കങ്ങള്, വാദങ്ങള് ആമേ മുന്നോട്ട് വിടുകയിൽ വാദിക്കുന്ന, നിലനിൽക്കുവാൻ കഴിയുമോ, പിടിച്ചു നിൽക്കുവാൻ കഴിയുമോ, ഹല്ലേലൂയ എന്ന് ചിന്തിക്കുന്ന ചില മണ്ഡലങ്ങളെ ഉടച്ചു മാറ്റി കർത്താവേ. ചില ഹല്ലേലൂയ അനുസരണക്കേടിന്റെ ആത്മാവ്, കീഴ്പ്പടിയാമയിൻ ആവിயின் വല്ലമകളെ ഉടച്ച് കീഴ്പ്പെടുകിற അനുഭവത്തിലൂടെ ഒരു ചില നന്മയെ പെற்றுക്കൊള്ളത്തക്ക അനുഭവം கர்த்தர் கொடுத்து ஒவ்வொரு மக்களை ஆசீர்வதிக்கும்படியாக கர்த்தாவே, சபை ஆசீர்வதியும் கர்த்தாவே. ஆமென். ஸ்தோத்திரம். பேத்தேல் சர்ச்சை ஆசீர்வதியும் கர்த்தாவே. பேத்தேல் சர்ச்சுடைய ஊழியக்காரை ஆசீர்வதியும் கர்த்தாவே. அவருடைய குடும்பத்தை ஆசீர்வதியும் கர்த்தாவே. இந்த ராத்திரி வேளையில் இதில் கலந்து கொண்டிருக்கிற ஒவ்வொரு பிள்ளைகளை ஆசீர்வதியும் கர்த்தாவே. அத்தனை தேவ ஜனங்களும் கர்த்தரால் ஆசீர்வதிக்கப்படுவதாக. அல்லேலூயா. ஆண்டவரே, நன்றியோட உண்மையை ஸ்துதிக்கிறேன் கர்த்தாவே.
ராத்திரி வேளையிலும் கூட ஒரு வசனத்தை பகிர்ந்து கொள்ளத்தக்கதாக கர்த்தர் உதவி செய்தாரே, அதற்கு நன்றி. ஒவ்வொரு வார்த்தைகளும் வசனங்களும் தேவ பிள்ளைகளுக்கு ஆசீர்வாதமாய் காணப்படும்படி கர்த்தர் உதவி செய்ததற்காக ஸ்தோத்திரம். அடியாருக்கும் ஒரு வாய்ப்பை அளித்ததற்காக ஆண்டவரே நன்றி செலுத்துகிறேன். ஊழியரை ஆசீர்வதியும், சபை ஆசீர்வதியும், ஜனங்களை ஆசீர்வதியும் கர்த்தாவே. துதி கன மகிமை எல்லாம் உமக்கே ஏறெடுக்கிறேன். தேவத்தை கேட்டபடிக்காய் ஸ்தோத்திரம். அன்பரும் மீட்பருமான இயேசுவின் இன்ப நாமத்தில் செபிக்கிறேன் ജീവനുള്ള നല്ല പിതാവേ, ആമേൻ. ഇന്ന് രാത്രി ഇങ്ങനെ ഒരു അവസരം തന്നതിനാല് ഷാജി പാസ്റ്ററോടും കുടുംബത്തോടും സഭയോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകാല് ദൈവദാസിയുടെ മൂത്ത സഹോദരി ഈ സഭയിലെ മുൻ അംഗമായിരുന്നു, ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു. കർത്താവിന്റെ ദാസി മുഖാന്തരമാണ് ഇങ്ങനെ ഒരു വഴി തുറക്കപ്പെട്ടത്. ഇന്ന് രാത്രി എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയില് അടിയനെയും ഓർത്ത്, കുടുംബമായി ഓർത്ത്, ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്ദി. കർത്താവ് എല്ലാവരെയും സഹായിക്കും.